അപ്പൊ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കണ്ടത് നമ്മളുടെ കയ്യിൽ ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ട്. ആ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഒരു എഫ് എന്ന ഫംഗ്ഷനിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ, അതായത് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ട മെയിൻ റിസൾട്ട്. ഇനി ഈ സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് യൂണിഫോം കൺവേർജൻസും ഡെറിവേറ്റീവും തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ എക്സാമ്പിളിന് നമ്മളൊരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എടുക്കുകയാണ്, സീക്വൻസ് എഫ് എൻ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ ആൻഡ് എൻ എലമെന്റ് ഓഫ് എൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് എൻ ഓഫ് എക്സിന്റെ പോയിന്റ് വൈസ് കൺവേർജൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം മോഡ് സൈൻ എൻ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ. ഇനി എഫ് എൻ ഓഫ് എക്സിന്റെ പോയിന്റ് വൈസ് കൺവേർജൻസ് കാണിക്കാൻ വേണ്ടി നമ്മൾ സ്ക്യൂസ് തിയറത്തിന്റെ ഹെൽപ്പാണ് യൂസ് ചെയ്യുക. സ്ക്യൂസ് തിയറം പറയണത് നമ്മളുടെ കയ്യിൽ 3 പോസിറ്റീവ് സീക്വൻസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, എ എൻ, ബി എൻ, സി എൻ. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എൻ ആണെന്നും കൂടി വിചാരിക്കുക. ഇനി രണ്ടറ്റത്തെ സീക്വൻസുകളുടെ ലിമിറ്റ് സെയിം ആണെന്നും കൂടി വിചാരിക്കുക. അതായത് ലിമിറ്റ് എ എനും ലിമിറ്റ് സി എനും സെയിം ആണ്, അതൊരു ക്യാപിറ്റൽ എൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നടുക്കിലുള്ള സീക്വൻസിന്റെ ലിമിറ്റും എല് തന്നെയായിരിക്കും. ഇതാണ് സ്ക്യൂസ് തിയറം പറയുന്നത്. അപ്പോ നമുക്ക് ആദ്യം 3 പോസിറ്റീവ് ഫങ്ഷൻസ് വേണം. അപ്പോ നമ്മൾ എഫ് എൻ ഓഫ് എക്സ് ഇത് പോസിറ്റീവ് അല്ല, അപ്പൊ ഇത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ മോഡുലസ് ഓഫ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ എന്ന് എടുത്തു. ഇനി ഇതെല്ലായ്പ്പോഴും പോസിറ്റീവ് ആണല്ലോ, അപ്പൊ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് ഇങ്ങനെ എഴുതാം. ഇനി സൈൻ എൻ എക്സ് മോഡ് സൈൻ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ റൂട്ട് എൻ കൂടി നമുക്ക് എഴുതാം. എൻ പോസിറ്റീവ് ആണ്, അപ്പൊ നമുക്ക് മോഡുലസ് ഇല്ലാണ്ട് റൂട്ട് എൻ എന്ന് എഴുതാം. ഇനി ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി 0 എന്ന് പറയുന്നത് 0 ആണ്. ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ബൈ റൂട്ട് എൻ എന്ന് പറയുന്നതും 0 ആണ്. അപ്പൊ രണ്ടറ്റത്തെ ലിമിറ്റും 0 ആയി. അപ്പോ ബൈ സ്ക്യൂസ് തിയറം നമുക്ക് പറയാം നടുക്കിലത്തെ സീക്വൻസിന്റെ ലിമിറ്റും 0 ആയിരിക്കും. ലിമിറ്റ് മോഡ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ ഈക്വൽ ടു 0. ഇനി നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ് മോഡുലസ് ഓഫ് എ എൻ 0 ആണെങ്കിൽ ലിമിറ്റ് എ എനും 0 ആയിരിക്കും. അപ്പൊ ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് സൈൻ എൻ എക്സ് ബൈ റൂട്ട് എൻ ഈക്വൽ ടു 0. അപ്പോ എഫ് എൻ ഓഫ് എക്സ് പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടി. കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ 0 ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് സീക്വൻസ് എഫ് എൻ പോയിന്റ് വൈസ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് യൂണിഫോംലി കൺവേർജന്റ് ആണോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി എന്ന് ചൂസ് ചെയ്യാം. ഇനി മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ്
മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടു നോക്കാം നമുക്ക്. ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ മൈനസ് 0 equal to modulus of sin nx by root n less than or equal to 1 by root n. ഇനി നമുക്ക് ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോ 1 by root n ലെസ് ദാൻ എപ്സിലോൺ when root n greater than 1 by epsilon, that is n greater than 1 by epsilon square. അപ്പൊ നമ്മൾ ഇനി പറയാണ് 1 by root n 1 by root n is less than epsilon for all എപ്പോഴാ n greater than 1 by epsilon square ആവുമ്പോ. അപ്പോ നമുക്കൊരു സ്റ്റേജ് കിട്ടും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെറും എപ്സിലോണിനെ മാത്രമാണല്ലോ, ഇവിടെ എക്സ് ഇല്ലല്ലോ. അപ്പോ ദിസ് ഇംപ്ലൈസ് സീക്വൻസ് എഫ് എൻ is uniformly convergent. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റേജ് എൻ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജ് തിരഞ്ഞെടുക്കാൻ നമുക്ക് ഒരു 1 by എപ്സിലോൺ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആവുന്ന രീതിയിലുള്ള ഒരു കെയിൻ എടുത്താൽ മതി. അപ്പൊ ആ കെയിന്റെ ചൂസിങ് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്സിലോൺ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം sequence Fn is uniformly convergent to F on R. അപ്പൊ നമുക്ക് യൂണിഫോംലി കൺവേർജന്റ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് കിട്ടി നമ്മളുടെ സീക്വൻസ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന ഫംഗ്ഷനിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ. എഫ് എൻ ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്. ഓൾസോ എഫ് എൻ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 by root n ഇൻറ്റു സൈൻ എൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എൻ എക്സ് ഇൻറ്റു എൻ. എന്നും റൂട്ട് എന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും റൂട്ട് എൻ കോസ് എൻ എക്സ്. അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്, അതും ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം സീക്വൻസ് എഫ് എൻ ഡാഷ് does not converges to f dash. Sequence fn dash does not converges to f dash എന്ന് നമുക്ക് കിട്ടും. കാരണം എഫ് എൻ ഡാഷിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല, എഫ് ഡാഷിന്റെ ലിമിറ്റ് 0 ആണ്. അപ്പോ സീക്വൻസ് എഫ് എൻ ഡാഷ് ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഡാഷ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഒരു സീക്വൻസ് ഓഫ് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഒപ്പം തന്നെ അതൊരു യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡെറിവേറ്റീവുകളുടെ സീക്വൻസ് നമ്മളുടെ യൂണിഫോം കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനോട് കൺവേർജ് ചെയ്യണം എന്ന് ഉറപ്പില്ല. അതാണ് നമുക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു തിയറാണ്, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. തിയറം പറയുന്നത് let J subset of R be a bounded interval
and let sequence Fn be a sequence of functions on J to R. Suppose that there exists x naught element of J such that sequence Fn of x naught converges and that the sequence Fn dash of derivatives exist on J and converges uniformly on J to a function G, then the sequence Fn converges uniformly on J to a function F that has a derivative at every point of J and F dash equal to G. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്തിരി വലുതാണെങ്കിലും സംഭവം എളുപ്പമാണ്. അപ്പൊ തിയറം പറയണത് നമ്മളുടെ കയ്യിൽ ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, സീക്വൻസ് Fn. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ബൗണ്ടഡ് ഇന്റർവെൽ ആയ ക്യാപിറ്റൽ ജയിലാണ്. ഇനി നമുക്ക് ജയത്ത് ഒരു പോയിന്റിൽ നമ്മുടെ സീക്വൻസ് Fn ഓഫ് എക്സ് നോട്ട്, ആ പോയിന്റ് എക്സ് നോട്ട് ആണെങ്കിൽ സീക്വൻസ് Fn ഓഫ് എക്സ് നോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആ സീക്വൻസിന്റെ ഡെറിവേറ്റീവുകളുടെ സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡെറിവേറ്റീവുകളുടെ സീക്വൻസ് യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നുണ്ട് ഒരു ഫംഗ്ഷൻ ജിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സീക്വൻസ് Fn-ഉം യൂണിഫോംലി കൺവേർജ് ചെയ്യും ഒരു ഫംഗ്ഷൻ Fലേക്ക് സച്ച് ദാറ്റ് F ഡാഷ് ഈക്വൽ ടു G ആയിരിക്കും. ഇനി നമുക്ക് ഈ തിയറം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കാണാം. അപ്പൊ ഈ പ്രോബ്ലം show that the sequence of functions sequence Fn where Fn of x equal to log of 1 plus n cube x square divided by n square is uniformly convergent on the interval
ക്ലോസ്ഡ് ഇന്റർവെൽ 0,1. അപ്പോൾ ഇത് കഴിഞ്ഞ തിയറത്തിന്റെ അപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ fn ഓഫ് എക്സ് എന്ന് പറയുന്നത് log 1 പ്ലസ് n ക്യൂബ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ. ഇനി നമ്മൾ ഈ ഇന്റർവെല്ലിലത്തെ ഒരു പോയിന്റ് എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന പോയിന്റ് ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ 0,1. അപ്പൊ അങ്ങനെയാണെങ്കിൽ fn ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് fn ഓഫ് 0. ദിസ് ഇസ് ഈക്വൽ ടു fn ഓഫ് എക്സിൽ എക്സിന് പകരം 0 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ ലോഗ് 1 പ്ലസ് 0 divided by n square. This is equal to log 1 by n square. Log 1 0 ആണ്. അപ്പൊ this is equal to 0. അപ്പൊ നമുക്ക് കിട്ടി therefore the sequence fn of 0 converges to 0. ഇനി നമുക്കറിയാം fn of x നമ്മുടെ 0,1ൽ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഇനി അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണാം. അപ്പോൾ fn of x equal to log 1 plus n cube x square divided by n square. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം. fn dash of x equal to 1 by n square into 1 by 1 plus n cube x square into 2n cube x. This is equal to 2nx divided by 1 plus n cube x square. ഇനി നമ്മൾ ഇതിന്റെ ലിമിറ്റ് കാണാണ്. അപ്പോൾ ലിമിറ്റ് fn dash of x equal to limit 2nx by 1 plus n cube x square. ഇനി ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ this is equal to limit 2x by n square whole divided by 1 by n cube plus x square. അപ്പോൾ നമുക്ക് ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഉത്തരം 0 എന്ന് കിട്ടും. കാരണം 1 by n square 0ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ this is equal to 0 for all x element of 0 ഇല്ല 1 വരെ. ഇനി നമുക്ക് 0യിൽ എന്ത് ഉണ്ടാവും കൂടി നോക്കാം. when x equal to 0, fn dash of 0 equal to 0 by 1 plus 0. This is equal to 0. അപ്പോൾ ലിമിറ്റ് fn dash എന്ന് പറയുന്നതും 0. അപ്പോൾ therefore limit fn dash of x equal to 0 for all x element of 0,1. അപ്പൊ നമുക്ക് കിട്ടി fn dash എന്ന സീക്വൻസ് 0 എന്ന ഫംഗ്ഷനിലേക്ക് പോയിന്റ് വൈസ് കൺവേർജന്റ് ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഫൈ എന്ന് പറയുന്നത് 0, 1 to r വരെയുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഡിഫൈൻഡ് ബൈ
phi of x equal to 0 for all x element of 0, 1. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പറയാം sequence fn dash converges pointwise to phi. ഇനി നമുക്ക് സീക്വൻസ് എഫ് ആൻഡ് ഡാഷ് യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നു എന്നും കൂടി നമുക്ക് കാണിച്ചാൽ നമുക്ക് മുന്നത്തെ തിയറം പ്രകാരം നമുക്ക് പറയാൻ പറ്റും സീക്വൻസ് എഫ് എൻ എഫിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ യൂണിഫോം കൺവേർജൻസ് കാണിക്കാൻ വേണ്ടി യൂണിഫോം നോം ഓഫ് എഫ് എൻ ഡാഷ് മൈനസ് ഫൈ ഓൺ 0, 1 കാണുക. അപ്പോൾ ദിസ് ബൈ ഡെഫിനിഷൻ സുപ്രീമം modulus of fn dash of x minus phi of x such that x element of 0, 1. അപ്പോൾ this is equal to supremum of fn dash എന്ന് പറയുന്നത് modulus of 2nx by 1 plus n cube x square minus 0 such that x element of 0, 1. അപ്പോൾ എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ 2nx by 1 plus n cube x square പോസിറ്റീവ് ആണ്. അപ്പോൾ this is equal to supremum 2nx by 1 plus n cube x square such that x element of 0, 1. ഇനി നമുക്ക് സുപ്രീമം കാണണം. അപ്പൊ സുപ്രീമം കാണാൻ വേണ്ടി നമ്മൾ വിചാരിക്കും ആ ഉള്ളിത്തേനെ നമ്മൾ y എന്ന് വിളിക്കും, എന്നിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യും. അപ്പോ ലെറ്റ് y ഈക്വൽ ടു 2nx ഡിവൈഡഡ് ബൈ 1 പ്ലസ് n ക്യൂബ് എക്സ് സ്ക്വയർ. ഇനി നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ dy ബൈ dx ഈക്വൽ ടു, ഇത് u ബൈ v ആണ്. അപ്പോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ whole divided by denominator square. So this is equal to 2n plus 2n raised to 4 x square minus 4n raised to 4 x square divided by 1 plus n cube x square whole square. This is equal to 2n minus 2n raised to 4 x square divided by 1 plus n cube x square whole square. This is equal to 2n into 1 minus n cube x square divided by 1 plus n cube x square whole square. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കാണണം. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ വേണ്ടി dy by dx equal to 0 implies 2n into 1 minus n cube x square divided by 1 plus n cube x square whole square
ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. This implies 1 minus n cube square equal to 0. This implies x square equal to 1 by n cube. That implies x equal to root of 1 by n cube or x equal to minus root of 1 by n cube. ഇത് നമ്മൾ റിജക്റ്റ് ചെയ്യും. Rejected since x element of 0, 1. അപ്പൊ കിട്ടി therefore x equal to 1 by root of n cube. ഇനി നമുക്ക് 1 by root of n ക്യൂബിന്റെ റൈറ്റ് സൈഡിലത്തെ ബിഹേവിയറും ലെഫ്റ്റ് സൈഡിലത്തെ ബിഹേവിയറും നമുക്ക് നോക്കണം. അപ്പൊ അതിന് when x less than 1 by root n cube നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താവും നമുക്ക് നോക്കാം. ഈക്വൽ ടു 2n into 1 minus n cube x square divided by 1 plus n cube x square whole square. അപ്പൊ നമുക്കറിയാം 2n എന്നുള്ളത് പോസിറ്റീവ് ആണ്. 1 പ്ലസ് എൻ ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ അതും പോസിറ്റീവ് ആണ്. ഇനി ഈ ബ്രാക്കറ്റിലുള്ളത് എന്താവും നമുക്ക് നോക്കാം. അത് ഇവിടെ നിന്നാണ് നമ്മൾ പറയുന്നത്. This implies x square is less than 1 by n cube. This implies n cube x square less than 1, which implies 1 minus n cube x square is greater than 0. അപ്പൊ ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ ഈ പ്രൊഡക്റ്റും പോസിറ്റീവ് ആണ്. ഡിവൈഡഡ് ബൈ ഒരു പോസിറ്റീവ് നമ്പറും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് അതായത് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ദാറ്റ് ഇസ് dy by dx greater than 0 when x is less than 1 by root n cube. ഇനി ഇതേപോലെ when x is greater than 1 by root n cube. അപ്പൊ നമ്മുടെ dy by dx equal to 2n into 1 minus n cube x square whole divided by 1 plus n cube x square whole square. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2n പോസിറ്റീവ് ആണ്, ഡിനോമിനേറ്ററും പോസിറ്റീവ് ആണ്. ഇനി ആ ബ്രാക്കറ്റിലുള്ള ടേം എന്താവും നമുക്ക് നോക്കാം. അപ്പോൾ ദിസ് ഇംപ്ലൈസ് x square is greater than 1 by n cube, which implies n cube x square is greater than 1. That is 1 minus n cube x square is less than 0. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ള ടേം നെഗറ്റീവ് ആണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയി. നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും, അതായത് ലെസ് ദാൻ 0. That is dy by dx is less than 0 when x is greater than 1 by root n cube. അപ്പൊ നമുക്ക് കിട്ടി 1 by root n ക്യൂബിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു പോസിറ്റീവ് സ്ലോപ്പ്, റൈറ്റ് സൈഡിൽ ഒരു നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് therefore by first derivative test y has a maximum at x equal to 1 by root n cube. ഇനി മാക്സിമം വാല്യൂ നമ്മൾ കാണാണ്.
and the maximum value of y is y-യുടെ ഫംഗ്ഷനിൽ എക്സിന് 1/√n³ എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2n into x 1/√n³ divided by 1 plus n³ into 1/√n³ whole square. But this is equal to 2n into 1/√n³ നമുക്ക് 1/n into 1/√n എന്ന് എഴുതാം. Whole divided by 1 plus 1. This is equal to 2/2√n equal to 1/√n എന്ന് നമുക്ക് കിട്ടും മാക്സിമം വാല്യൂ. അപ്പോ നമുക്ക് കിട്ടി യൂണിഫോം നോം ഓഫ് fn dash minus phi on closed interval 0 1 equal to supremum of 2nx by 1 plus n³ x square such that x element of 0 1 equal to 1/√n ആണെന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി as n tending to infinity നമ്മളുടെ 1/√n tends to 0 ആണ്. As n tends to infinity, uniform norm of fn dash minus phi on closed interval 0 1 which is equal to 1/√n tends to 0. അപ്പോൾ നമുക്ക് യൂണിഫോം കൺവേർജൻസിന്റെ ക്രൈറ്റീരിയ പ്രകാരം നമുക്ക് പറയാം. Hence, sequence fn dash converges uniformly to phi. അപ്പോൾ by previous theorem നമുക്ക് പറയാം sequence fn converges uniformly to f such that f dash equal to phi. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് യൂണിഫോംലി കൺവേർജന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.